ആപ്പിൾ ഇന്ത്യയിൽ ഉൽപാദനം നടത്തുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് തീരെ പിടിച്ചിട്ടില്ല. ദോഹയിൽ നടന്ന ഒരു പരിപാടിക്കിടെയാണ് ആപ്പിൾ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കേണ്ടതില്ലെന്ന് സിഇഒ ടിം കുക്കിനോട് ട്രംപ് ആവശ്യപ്പെട്ടത്. ഇന്ത്യയുടെ കാര്യം അവർ തന്നെ നോക്കിക്കൊള്ളുമെന്നും ആപ്പിൾ അമേരിക്കയിൽ വന്ന് ഉൽപാദനം നടത്താനുമാണ് ട്രംപ് ആവശ്യപ്പെട്ടത്. ഇന്ത്യയിൽ വൻ നിക്ഷേപം നടത്തിക്കൊണ്ടിരുന്ന ആപ്പിളിന് ഒരു സുപ്രഭാതത്തിൽ ട്രംപിന്റെ വാക്കുകേട്ട് ഇന്ത്യ വിടാൻ സാധിക്കുമോ? ആപ്പിളിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സുപ്രധാനമായ നിർമ്മാണ കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. 2024 കണക്കെടുത്താൽ ആഗോള ഐഫോൺ ഉൽപാദനത്തിൽ 16 മുതൽ 17% വരെ ഇന്ത്യയിൽ നിന്നാണ്. 2026-27 വർഷങ്ങളിൽ ഇത് 35% വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഫോക്സ്കോൺ, പെഗട്രോൺ, ടാറ്റ ഇലക്ട്രോണിക്സ് തുടങ്ങിയ കമ്പനികൾ ഇന്ത്യയിൽ ആപ്പിൾ ഐഫോൺ നിർമ്മിക്കുന്നുണ്ട്. വർഷങ്ങളായി ആപ്പിൾ ഐഫോൺ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളുടെ ഉൽപാദനത്തിനായി ആശ്രയിക്കുന്നത് ചൈനയെയാണ്. യുഎസും ചൈനയും തമ്മിലുള്ള വ്യാപാര യുദ്ധം ഐഫോണുകളുടെ ചരക്ക് നീക്കത്തിൽ ഉണ്ടാക്കുന്ന അനിശ്ചിതാവസ്ഥകളാണ് ആപ്പിളിനെ വെട്ടിലാക്കിയത്. കോവിഡ് കാലത്തും ഉൽപാദനം ചൈനയിലായത് ആപ്പിളിന് വലിയ വെല്ലുവിളി സൃഷ്ടിച്ചു. ഇതോടെ വിയറ്റ്നാം, ഇന്ത്യ, ബ്രസീൽ പോലുള്ള രാജ്യങ്ങളിലേക്ക് നിക്ഷേപം വർദ്ധിപ്പിച്ചു. നരേന്ദ്രമോദി സർക്കാരിന്റെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ പിന്തുണയിൽ ഇന്ത്യയിലേക്കുള്ള ആപ്പിളിന്റെ വരവ് കൂടുതൽ വേഗത്തിലായി. വ്യാപാര ശത്രുവായ ചൈനയ്ക്ക് മറ്റു രാജ്യങ്ങളുടെ ഇരട്ടിയിലധികം തീരുവ ട്രംപ് ചുമത്തിയത് ആപ്പിളിനെ കുഴക്കി. ഇതോടെ ഐഫോണുകളുടെ ഇന്ത്യയിൽ നിന്നുള്ള ഉൽപാദനം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആപ്പിൾ ശക്തമാക്കി. ചൈന കഴിഞ്ഞാൽ ഉൽപാദന ചെലവ് കുറവും വിദഗ്ധരായ തൊഴിലാളികളുടെ ലഭ്യതയും ഉൽപാദന വേഗ കൂടുതലും ഭരണകൂടത്തിന്റെ പിന്തുണയുമുള്ള രാജ്യമാണ് ഇന്ത്യ. ഉൽപാദന കേന്ദ്രം എന്നതിലുപരി ജനസംഖ്യയിൽ മുന്നിൽ നിൽക്കുന്ന ഇന്ത്യ ആപ്പിളിനെ സംബന്ധിച്ച് വലിയൊരു വിപണി കൂടിയാണ്. ചൈനയ്ക്ക് മേൽ US നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നതിനുള്ള ലക്ഷ്യങ്ങളിലൊന്ന് അമേരിക്കൻ കമ്പനികളുടെ ഉൽപാദനം US-ലേക്ക് തിരികെ എത്തിക്കുക എന്നതായിരുന്നു. എന്നാൽ ആപ്പിൾ US-ന് പകരം ഇന്ത്യയെ പിടിച്ചതാണ് ട്രംപിനെ ചോടിപ്പിച്ചത്. ഉൽപാദനം US-ലാക്കുക എന്നത് ആപ്പിളിനെ സംബന്ധിച്ച് ഒട്ടും എളുപ്പമല്ല. ഐഫോണുകളുടെ ഉൽപാദനം US-ലേക്ക് മാറ്റിയാൽ ചെലവ് 3 ഇരട്ടിയാകുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. CNN റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ $1000 കിട്ടുന്ന ഐഫോണിന്റെ വില $3500 വർദ്ധിക്കുന്ന സ്ഥിതി വരും. കൂടാതെ ഉൽപാദന രംഗത്ത് വിദഗ്ധരായ തൊഴിലാളികൾ US-ൽ ഇല്ല. ഉൽപാദനം US-ലേക്ക് മാറ്റിയാൽ തൊഴിലാളികളെ ലഭ്യമാക്കുന്നത് മുതൽ വിതരണ ശൃംഖല കെട്ടിപ്പടുക്കുന്നത് വരെ ആപ്പിളിന് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടാവും. ട്രംപിന്റെ ആവശ്യം പരിഗണിച്ച് US-ൽ കേന്ദ്രീകരിക്കാൻ ആപ്പിൾ ശ്രമിച്ചാൽ അത് ഭീമമായ സാമ്പത്തിക ബാധ്യതയിലേക്ക് മാത്രമേ കമ്പനിയെ തള്ളിവിടൂ. ഇറക്കുമതി ചുങ്കം സംബന്ധിച്ച് US-ഉം ചൈനയും തമ്മിൽ നടത്തിയ ചർച്ചകളുടെ വിവരം പുറത്തു വന്നിട്ടില്ല. ആപ്പിൾ ചൈന വിടുന്നത് ചൈനയ്ക്ക് വലിയ തിരിച്ചടിയായിരിക്കും. അത് ഇന്ത്യയിലേക്ക് എത്താതിരിക്കാൻ അവർ പരിശ്രമിക്കും എന്നതിൽ തർക്കമില്ല. അതിനാൽ തന്നെ ട്രംപിന്റെ വാക്കുകളിലെ ഇന്ത്യ വിരോധം എന്താണെന്ന് പിന്നീട് പുറത്തു വന്നേക്കാം. കാരണം ട്രംപിന്റെ നിഘണ്ടുവിലെ ഏറ്റവും മനോഹരമായ പദമാണ് താരിഫ്. അത് ആര് അനുകൂലമാക്കുന്നോ അവർക്കൊപ്പമായിരിക്കും ട്രംപ്.